യെസ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക. 300 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. യെസ്, ഇന്ന് ISL മീഡിയ ഡേ ആയിരുന്നു. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൊച്ചിയിൽ വെച്ചായിരുന്നു മീഡിയ ഡേ ഉണ്ടായിരുന്നത്. നമ്മുടെ ചെന്നൈ FC, കേരള ബ്ലാസ്റ്റേഴ്സ് അതുപോലെ തുടങ്ങിയ കുറച്ച് ടീമുകൾ ഈ ഒരു മീഡിയ ഡേയിൽ പങ്കെടുത്തിരുന്നു. അത് മുംബൈ സിറ്റി ഉൾപ്പെടെയുള്ള ടീമുകൾ ഈ ഒരു മീഡിയ ഡേയിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസവും മറ്റൊരു മീഡിയ ഡേ നടന്നിരുന്നു. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, ഈസ്റ്റ് ബംഗാൾ ഈ ടീമുകളൊക്കെ ആ ഒരു ഇതിൽ പങ്കെടുത്തിരുന്നു. സോ അങ്ങനെ ഷിഫ്റ്റായിട്ടാണ് അത് പകുതി ടീമുകൾ വെച്ച് 2 ദിവസമായിട്ട് മീഡിയ ഡേ വെച്ച്. എന്തായാലും വളരെ നല്ലൊരു അഭിപ്രായമാണ് ഈ ഒരു മീഡിയ ഡേയെക്കുറിച്ച് പുറത്തേക്ക് വരുന്നത്. ഈ ഒരു മീഡിയ ഡേയിൽ നമ്മുടെ കോച്ച് മിഗാൽ സ്റ്റാർ നമ്മുടെ രാഹുൽ KP കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്, അത് രാഹുൽ KP ഫുള്ളി ഫിറ്റാണ് ഇപ്പോൾ. അദ്ദേഹം ഉറപ്പായിട്ടും തിരിച്ചു വരും ആ ഒരു നമ്പർ 7 ജേഴ്സി ഇട്ടുകൊണ്ട് എന്നാണ് ഇപ്പോൾ മിഗാൽ സ്റ്റാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം റൈറ്റ് വിങ്ങിൽ നമുക്ക് വളരെയധികം പ്രശ്നമുണ്ട്. സോ ആ ഒരു റൈറ്റ് വിങ്ങിലെ പ്രശ്നം തീർപ്പാക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് രാഹുലാണ്. രാഹുൽ ഫോമിലേക്ക് വന്ന് നമുക്ക് റൈറ്റ് വിങ്ങിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല. വളരെ മികച്ച രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ റൈറ്റ് വിങ് മൂവ് ചെയ്യാൻ പോകുന്നത്. സോ എന്തായാലും ആ ഒരു തിരിച്ചുവരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും കോച്ച് പറഞ്ഞത് അദ്ദേഹം ഫിറ്റാണ്, ഫുള്ളി ഫിറ്റാണ്. നമ്പർ 7 ജേഴ്സി ഇട്ടുകൊണ്ട് അദ്ദേഹം ഇറങ്ങുമെന്ന് തന്നെയാണ് കോച്ച് പറഞ്ഞിരിക്കുന്നത്.